ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ബാഹുബലിയിലെ ആ ഒരു ഇൻട്രോ സീൻ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു വരുന്ന ഒരു സീനാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, അത് കഴിഞ്ഞിട്ട് ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ട് കഴിഞ്ഞിട്ട് തമന്നെ അന്വേഷിച്ച് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ആ ഒരു സീനാണ്. അത് മാത്രമല്ല, തമന്നോടെ വരുന്നുണ്ട്, പിന്നെ നമ്മളെ കട്ടപ്പ, അതുപോലെ കിച്ച സുദീപിന്റെ ക്യാരക്ടർ എല്ലാം വരുന്ന ഒരു സീനാണ്. നമുക്ക് എന്തായാലും ആ ഒരു നേരെ ആ സീനിലോട്ടോ. റെഡിയല്ലേ? യെസ്. ആ വിഷ്വല് കാണിക്കുന്നുണ്ടോ? മലേൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കാടും തമന്ന അന്വേഷിച്ച് പോവാണ്. ആ മല കയറി വന്നല്ലേ? ഓ, വിഷ്വൽ കാണിച്ചുണ്ടോ? ആളും കൂടി ഓടുന്നുണ്ട്. ഇല്ല ഇല്ല, അത് മാത്രമേ ഉള്ളൂ. അവരുടെ എക്സ്പ്രഷൻ മാറിയുണ്ടോ പെട്ടെന്ന്? ഓ, മസായിക്കുന്നില്ലേ? ഫേസ് എക്സ്പ്രഷൻ ഉണ്ട്. ബീജിയമും മാറി അവിടെ. ഓ, പക്ഷെ കിടു ആ ഏരിയയിൽ ചേഞ്ച് വന്നു പെട്ടെന്ന്. അയ്യോ എൻ്റെ അമ്മേന്ന്. ഇത് നിനക്ക് എങ്ങനെ കിട്ടി? ഞങ്ങളുടെ രാജ്യത്ത് മുഴുവൻ നേരപ്പെട്ടു. ഞങ്ങളുടെ ആളുകൾ അവരെ കൊന്നു കളഞ്ഞു. ഇത് അവന്റെ കഴുത്തിലിരുന്നതാ. അവരെ കൊന്നത് ഞാനല്ല. വേണ്ട, എന്നെ കൊല്ലണ്ട. എന്റെ വീട്ടിലേക്ക്. പ്രഭാസ് കണ്ട ഫുള്ള് എൻ്റെ പേടിച്ചിരിക്കുന്നാലെ നോക്കിക്കണേ. സീരിയസ്നെസ് ആക്കുന്നില്ലേ തവണ? പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല റോൾ. ആ സംഭവം ഇതിൻ്റെ അകത്ത് അധികം തമന്നയുടെ ഒരു നോർമൽ പാറ്റേൺ ഇല്ല. ദിലീപന് വീരമരണം അടഞ്ഞു കഴിഞ്ഞു തലവരെ. അതാണ് ആ സംഭവം കൂടെയുള്ള. മിഴികളിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ വീഴാൻ പാടില്ല. ആ രാക്ഷസൻ അവന്റെ നാട്ടിൽ നമ്മുടെ കുലവിളക്കിന് ഇരുമ്പ് ചങ്ങലയിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഓ, പറയാൻ വിട്ടുപോയി. അനുഷ്കേണിങ് കാണിക്കുന്നു ചെറുതായിട്ട്. നമ്മുടെ റാണിയായ ദേവസേനയെ അറുമാടിനെ പോലെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഓ,
അഭിമാനം അവിടെ നാണുകെട്ട് നാനാവിധമായി നാശോന്മുഖമായി തലകീഴായി കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുകയാണ്. കണ്ണീരല്ല, നമ്മുടെ കണ്ണുകളിൽ തീയാണ് എരിയേണ്ടത്. എന്താ ചെയ്ത സത്യം മറന്നുപോയോ? ഉയിർ പോയാലും മറക്കില്ല തലവരെ. നമ്മുടെ ലക്ഷ്യപാതയിൽ ഇടി വീണാലും ശിരസ് പിളർന്നാലും ജീവൻ വെടിഞ്ഞാലും മലയാളത്തില് ഡയലോഗ്സ് ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കും? ഇതല്ലേ പ്രഭാസിന് കിട്ടിയേക്കണേ താഴോട്ട് വീണത്. അവിടെ ഭയങ്കര ഇന്നസെൻസ് ആയിട്ട് നിൽക്കുന്നില്ലല്ലോ സ്വന്തമായിട്ട്. തലവരെ, ഞാൻ മകിഴ്മതിയിലെ മഹാവീരൻ കട്ടപ്പനെ പറ്റി പല കഥകളും കേട്ടിട്ടുണ്ട്. അദ്ദേഹം നല്ലവനാണെന്ന് ഞാൻ അറിഞ്ഞത്. അദ്ദേഹത്തെ സമീപിച്ചാലും കരികാല കട്ടപ്പനാകാൻ ഉദാരമതിയാണ്, ഉയർന്ന മനസ്സിന്റെ ഉടമയുമാണ്. എന്നാൽ ചെയ്യത്തില്ല. കട്ടപ്പ സിംഹാസനത്തിന്റെ അടിമയാണ്. അതാണ് ആളുടെ ഭയങ്കര എത്തിക്സ് ആണ്. ഓ ഇതൊരു ക്യാരക്ടറല്ലേ. ആയുധ വ്യാപാരി അസ്ലാം ഖാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. ബോസ് ബാഗ്ദാദ് ദുരന്തത്തിൽ നിന്നും എടുത്ത ഇരുമ്പ് തുർക്കിയിൽ ശുദ്ധീകരിച്ച് പേർഷ്യൻ വിദഗ്ധരാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഇരുതല വാൾ. ഈ വാൾ ഒരു പയ്യനെടുത്ത് വീശിയാൽ പനമരം പോലും മുറിഞ്ഞു വീഴും. इसका नाम सिकंदर, शान-ए शमशेर. അതിശയകരമായ വാൾ. എങ്കിലും ക്ഷമിക്കണം പ്രിയപ്പെട്ട അസ്ലാം, ഈ വാള് കൊണ്ട് ഞങ്ങളുടെ വേഗതയ്ക്ക് പകരം വെക്കാനാവില്ല. രക്തവും വാക്കും വീണ് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാനാവില്ല കട്ടപ്പ. എന്റെ വാളിനേക്കാൾ നിങ്ങളുടെ വേഗം അധികമാണെന്ന് തെളിയിച്ച് കാണിക്കേ. വേഗത അധികം കാണിക്കാണ്. ഇപ്പൊ മനസ്സിലായോ കട്ടപ്പ? വാളന്നെ പൊട്ടിച്ചറിയോ, മുറിഞ്ഞുപോയി, മുറിച്ചളഞ്ഞു. ഓ വേഗതയാണ്. ചീന, പേർഷ്യ, മംഗോളിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളെപ്പോലെ ഒരു യോദ്ധാവിനെ ഞാൻ എവിടെയും കണ്ടില്ല. നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ അസ്ലാമിൽ അന്തസ്സാണ്. വാക്കട്ടപ്പോ. ക്ഷമിക്കണം അസ്ലാം, അടിമകൾ രാജകുടുംബത്തോടൊപ്പം ഇരിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. അടി ഈ ആയുധശേഖരത്തിൽ തലവൻ നീ അടിമയോ? അതെ അസ്ലാംജി. യുദ്ധത്തിന് മുമ്പ് ആയുധങ്ങൾ തയ്യാറാക്കണം. യുദ്ധസമയത്ത് രാജാവിന്റെ തല കാക്കാൻ ജീവൻ പണയം വെക്കണം. യുദ്ധം കഴിഞ്ഞാൽ രാജാവിന്റെ കാലടിയിൽ കിടക്കണം. പറ, നിന്നെ മോചിപ്പിക്കാൻ നിന്റെ രാജാവിന് എത്ര തങ്കം വേണമെന്ന് ചോദിച്ചു പറ. അതിനേക്കാൾ 10, 50, 100 മടങ്ങ് നിന്ന് അസ്ലാം മോചിപ്പിക്കുമെന്ന് പറ. ഈ അടിമയ്ക്ക് വിലയില്ല അസ്ലാംജി. എന്റെ വംശത്തിൽ പിറന്ന എല്ലാവരും മകിഴ്മതിയുടെ സിംഹാസനത്തിന്റെ അടിമകളായിക്കൊള്ളാമെന്ന് എന്റെ പൂർവികർ എപ്പോഴോ വാക്ക് കൊടുത്തുപോയി. എപ്പോഴോ മരിച്ചവർ കൊടുത്ത വാക്കിന് വേണ്ടി ഇനിയും നീ? വാക്ക് കൊടുത്തവർ മരിച്ചോട്ടെ, എന്നാൽ കൊടുത്ത വാക്കിന് മരണമില്ലല്ലോ.
ജനത്തിന്റെ ജീവിതവും ജീവനും മകൾമതിക്ക് സമർപ്പിച്ചതാണ്. വിശ്വാസത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അത് നീയാണ് കട്ടപ്പ. നിനക്ക് എപ്പോൾ എന്താവശ്യം വന്നാലും സഹായത്തിന് ഈ ആത്മസുഹൃത്തുണ്ടെന്ന് മറക്കണ്ട കട്ടപ്പ. യോദ്ധാവിനുള്ള ആ ഒരു സമ്മാനം അല്ലേ, രക്ഷയില്ലാത്ത സീനാണ് അല്ലേ. അതായത് ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് തമന്നയുടെ ഇൻട്രോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും തമന്നയുടെ ആ സീൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സീനുകളൊക്കെ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഇൻ ബിറ്റ്വീൻ അനുഷ്ക ഷെട്ടിനെ കാണിച്ചിട്ടുള്ള ആ ഒരു അല്ലെ ദേവസേനയുടെ ആ ഒരു സംഭവം, എന്താ സീൻ്റെ ഒരു പവർ. നമ്മള് ഫസ്റ്റ് ഈ ഒരു മൂവി കണ്ട സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ദേവസേനനെ കാണാനായിട്ട്. പക്ഷേ നമ്മളെല്ലാരും തമന്നേനേക്കാളും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുക ദേവസേനയുടെ ആ ഒരു ലുക്ക് കാണാനായിരിക്കും. പക്ഷേ ഫസ്റ്റ് പാർട്ടില് നമ്മളെ ആകെ അവസാനത്തെ ഒരു സീനില് മാത്രമേ ഒന്ന് കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ ആണെങ്കിലും ഫസ്റ്റ് ആണെങ്കിലും ഫുൾ ഫേസ് കാണിക്കുന്നില്ല. പിന്നെയാണ് നമ്മൾ മനസ്സിലാകുന്നത് രണ്ടാമത്തെ പാർട്ടിലാണ് ആ ഒരു രാജകീയ വേഷത്തിലൊക്കെ വരാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ എന്നാലും ഇതില് ഭയങ്കര സ്ട്രോങ് ഉണ്ടാള് അല്ലെ, ഫേസ് ഒക്കെ അവിടെ ആ ഒരു ചങ്ങലയിൽ കിടക്കുന്ന ആ ഒരു സീനൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ ഇതിനകത്ത് കട്ടപ്പേൻ എടുത്ത് പറയാം, കട്ടപ്പയുടെ ആ ഒരു പവർ, പിന്നെ ആ ഒരു സംസാരിക്കുന്ന, പിന്നെ ആ ഓൾറെഡി പറഞ്ഞല്ലോ യോദ്ധാവാണ് അത്രയും വേഗതയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ആ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ശരിക്കും അവിടെ ഒരു രാജാവ് എത്രയായാലും പറയാണ്, ഒരു യോദ്ധാവിനെ റെസ്പെക്ട് ചെയ്യണല്ലോ അവിടെ. രാജമൗലി ഡയറക്ടറിന്റെ ആ ഒരു സംഭവം എന്താ വെച്ചാല് മറ്റുള്ള ആക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലേ. കാരണം വെച്ചാൽ ഈ സീനിലൊന്നും പ്രഭാസ് അധികം ഇല്ല, ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കുന്നേ ഉള്ളൂ. കൂടുതൽ ഇപ്പം തമന്നനെ നല്ല രീതിയിൽ കാണിച്ചു, അത് കഴിഞ്ഞ് കട്ടപ്പനെ കാണിച്ചു, അത് കഴിഞ്ഞ് കിച്ചസുവിന്റെ റോൾ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇങ്ങനെ കാണിച്ചു പോവാണ്. ആകെ ആ ഒരു വിഷ്വൽ വരുന്ന ചില ലോജിക്കുകൾ ഇവിടെയും ഉണ്ട് ആ സംഭവം അല്ലെ. ഒരു സ്ഥലത്ത് മഞ്ഞ് കാണിച്ച അടുത്തേലും മഞ്ഞില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ആ സമയത്ത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ പിന്നെ നമ്മൾ കാണുന്ന സമയത്ത് ഒരു സമയത്ത് ഭയങ്കര മഞ്ഞ്, പക്ഷെ ആ മഞ്ഞും വെള്ളമായിട്ട് അങ്ങോട്ട് യോജിച്ചു പോകണില്ല. അത് എന്താ പറയുക, നമ്മളല്ല അത്രയും കട്ടിയുള്ള മഞ്ഞ് കിടക്കുന്ന സമയത്ത് അത്രയും വെള്ളം ഒരു വരെ മഴ പെയ്ത പോലെ വെള്ളം കെട്ടിക്കിടക്കുന്നത്, അതും മറ്റേ മഞ്ഞിന്റെ വെള്ളമാണ് വന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റിയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് മറ്റേ ചെളിവെള്ളം പോലെയാണ് അവിടെ കിടക്കുന്നത്. അതുകൂടാണ്ട് എന്താ പറയുക, ഒരു സൈഡിൽ ഓടിപ്പോകുന്ന സമയത്ത് അവിടെ ഭയങ്കര മഞ്ഞ്, കുറച്ച് മാറി കഴിയുമ്പോൾ നമ്മൾ ഈ മഴയൊക്കെ പെയ്യില്ലേ, മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു ഇച്ചിരി ഭാഗത്ത് മഴയും കുറച്ച് ഭാഗത്ത് മഴയില്ല. ഇനി അങ്ങനത്തെ നിങ്ങൾ ടെക്നിക് ആണെന്ന് അറിയില്ല. പക്ഷെ ഇത്രയും മഞ്ഞ് വീഴുന്ന സ്ഥലം ഇവരുടെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്, ലൊക്കേഷൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ അതായത് മൊത്തത്തില് സിനിമ എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ ആണ്, കാരണം എല്ലാം അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറെ സ്ഥലത്ത് ഷോട്ടുകളൊക്കെ കാണുന്ന സമയത്തില്ലേ, അവതാർ മൂവിയുടെ ഫസ്റ്റ് പാർട്ടിന്റെ കുറെ ഇൻസ്പിറേഷൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫേസില്, അതായത് ആ മാസ്ക് വെക്കുന്ന സമയത്ത്, അത് മാത്രമല്ല ആ ഗുഹയിലെ സീൻ അടക്കം. കാരണം ഗുഹയിലോട്ട് പോയി ഇപ്പൊ ഏകദേശം മറ്റേലും അതുപോലെ നായകനെ കൊണ്ടുപോവാണ്, പക്ഷെ അവിടുന്ന് ഏകദേശം ഇതുപോലെ അവരൊരു പട ഇങ്ങനെ ഒരുക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു സീനൊക്കെ അതുപോലെ ഏകദേശം കാണിച്ചിട്ടുണ്ട്. എനിക്ക് അതിനേക്കാളും കൂടുതൽ ടച്ച് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സീനാണ്, അതായത് ആ മാസ്ക് വെക്കുന്ന സീനും പിന്നെ അവർ നിൽക്കുന്ന ഒരു സ്റ്റൈലില്ലേ, ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റൈലില്ലേ, ആ സ്റ്റൈല് എനിക്ക് കണ്ടപ്പോ മനസ്സിലോട്ട് വന്ന അവതാരം ഇല്ലേ, തോന്നിയില്ലേ? ആ സീനും അല്ലാണ്ട് അതും കാടും ഏകദേശം അതുപോലെ അവരാക്കാൻ ഉദ്ദേശിച്ചത്. അതിലൊന്നും വന്നില്ല, പക്ഷെ എന്നാലും സംഭവങ്ങളൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബീജിയം ആ ഒരു സ്ഥലത്ത് കേട്ട സമയത്ത് എന്താ പറയാ, RRR മൂവിയിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ബീജിയം. അത് പിന്നെ അറിയാലോ, രാജമൗലി പടത്തില് എപ്പോഴും MM കീരവാണിയാണ്. അപ്പം ആ ഒരു മാച്ചിങ് ചിലപ്പോൾ ധീരയിലെ മ്യൂസിക് നമുക്ക് ഇതിൽ കേൾക്കാം അല്ലെ, അവിടെ ഇവിടെയൊക്കെ അല്ല, അങ്ങനെയല്ല, ആ ഒരു മാച്ചിങ് എവിടെയെങ്കിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ ആളാണല്ലോ മ്യൂസിക് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആളുടെ മ്യൂസിക്കും ഒരു രക്ഷയില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല സീൻസ് ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.